കാലവർഷക്കെടുതി പയ്യന്നൂരിൽ 2 വീടുകൾ കൂടി തകർന്നു. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ. കാലവർഷക്കെടുതിയിൽ പയ്യന്നൂരിൽ 2 വീടുകൾ കൂടി തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും കാനായി വള്ളിക്കെട്ടിലെ CB രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗം മരം വീണ് തകർന്നു. ഭാര്യയും 2 മക്കളും വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. കോറോം കൂർക്കരയിലെ KP ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു സംഭവം നടന്നത്. ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത്. ഭാര്യയും 2 കുട്ടികളും വീടിനകത്തായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്കോടി രക്ഷപ്പെട്ടതായിരുന്നു. കോറോം അംഗൻവാടിയുടെ ചുറ്റുമതിലും തകർന്നു. മീൻകുഴി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി മണിയറ, തോട്ടംകടവ്, മുക്കൂട്, പരവന്തട്ട, കാപ്പാട് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. 70ഓളം വീടുകളിൽ വെള്ളം കയറി. വീടുകളിലെ കന്നുകാലികളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, കൗൺസിലർ T ചന്ദ്രമതി, സെക്രട്ടറി MK ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ OK ശ്യാംകൃഷ്ണൻ, രാജൻ NV, M കരുണാകരൻ, NK രമേശൻ, M അമ്പു, റവന്യൂ വിഭാഗം ജീവനക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കെടുതിയുമായി പ്രയാസമനുഭവിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വന്നുകഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേന വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലേക്കുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുകയാണ്. ആ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനും ആവശ്യമായിട്ടുള്ള നിലയിലേക്ക് സഹായങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഏർപ്പാടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നഗരസഭ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വന്നാൽ അതിനുള്ള സൗകര്യവും നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിലായി വീടുകൾക്ക് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലേക്ക് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങൾ വരികയാണെങ്കിൽ അടിയന്തരമായും എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിശോധനകളിലെ കൃത്യത, കാഴ്ചകളുടെ പൂർണ്ണത, കണ്ണടകളിലെ വൈവിധ്യത. ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്, KSRTC ബിൽഡിംഗ്, പെരുമ്പ. പഴയ ബസ് സ്റ്റാൻഡിനു സമീപം, പയ്യന്നൂർ.